അങ്ങനെ നമ്മൾ ഈ ഒരു വെബ് സെർവർ നമ്മൾ ലോഞ്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ വെബ് സെർവർ ആക്സസ് ചെയ്യണം. 2 രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. ഒന്ന് നമുക്ക് പുട്ടി അല്ലെങ്കിൽ പട്ടി എന്ന് പറയും ഇതിന് സാധാരണ. നമ്മൾ പുട്ടി എന്ന് പറയും. 2 രീതിയിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് യൂറോപ്യൻസ്, US-കാരൊക്കെ പട്ടി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പുട്ടി എന്നും പറയാറുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ തന്നെ നമുക്കത് വിളിക്കാം, അതിൻ്റെ പേര്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുട്ടി ജെൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് അത്, പുട്ടി ജെൻ. ഈ പുട്ടി ജെൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. നമുക്ക് മുമ്പേ ഒരു കീയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് ഒരു കീ നമ്മൾ ഡൗൺലോഡ് ചെയ്തായിരുന്നല്ലോ, ഈ ഒരു കീ. ഇത് .pem എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ ഈ ഫോർമാറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു പുട്ടിജൻ ഉപയോഗിച്ചിട്ട് വേണം നമുക്കത് കൺവേർട്ട് ചെയ്യാനായിട്ട്. അന്നേരം ഈ കീ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ലോഡ് ചെയ്യട്ടെ. ഇവിടെ നമ്മൾ നോക്കിയാൽ ആ കീ ഡയറക്റ്റ്ലി കാണില്ല. ഇവിടെ നമ്മൾ ഓൾ ഫയൽസ് ഇട്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ കിട്ടത്തുള്ളൂ. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഫയൽ ഇവിടെ ലോഡായി. ഇതിൻ്റെ സേവ് പ്രൈവറ്റ് കീ കൊടുക്കുക. അന്നേരം നമുക്കിത് വേണമെങ്കിൽ പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം, കാരണം ഇത് പ്രൈവറ്റ് കീ ആണ്. അപ്പം പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് വേണ്ട, പാസ്വേഡ് ഇല്ലാതെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. യെസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതേ ലൊക്കേഷനിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റും. അപ്പം വെബ് സെർവറിൻ്റെ അതേ പേര് തന്നെ കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇത് .ppk എന്ന് പറഞ്ഞ ഫയൽ എക്സ്റ്റൻഷൻ ആയിരിക്കും വരുന്നത്. സേവ് ചെയ്തു, ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ PPK ഫയൽ എക്സ്റ്റൻഷൻ വന്നു. ഒരു കമ്പ്യൂട്ടർ അതിൻ്റെ തലയിലൊരു തുപ്പിയും, അതാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ. അപ്പം നമുക്ക് ഇനി ഈ PPK വെച്ചിട്ട് വേണം നമുക്ക് ലോഞ്ച് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അന്നേരം ഇത് നമ്മൾ റണ്ണായി നമ്മുടെ ആ ഒരു സിസ്റ്റം ബാറിൽ നമുക്കിതിനെ കാണാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ന്യൂ സെഷൻ എടുക്കുക. അന്നേരം നമുക്ക് ഇവിടെ അത് വരും. നമ്മൾ തിരിച്ച് നമ്മുടെ ആ ഒരു വെബ് സെർവറിൽ പോയിട്ട് ഇതിൻ്റെ IP അഡ്രസ്സ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ IP അഡ്രസ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെ ഇത് വരും. യെസ് കൊടുക്കണം. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ അസ് എന്ന് പറഞ്ഞൊരു, ഉബന്തു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉബന്തു എന്ന് തന്നെ കൊടുക്കണം അതിൻ്റെ യൂസർ നെയിം. EC2 ആണെങ്കിൽ EC2 യൂസർ എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഡൗട്ട് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈ ഒരു വെബ് സെർവറിൽ എങ്ങനെ ലോഗിൻ ചെയ്യാം എന്നുള്ളത്. അതായത് ലൈറ്റ്സെയിലിൽ ഉബന്തുവിൽ ഡീഫോൾട്ട് യൂസർ നെയിം എന്താണെന്നുള്ളത് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ആ സെർവറിൽ ലോഗിനായി. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു സെർവർ. ഇതാണ് ഒരു രീതിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ രീതി നമുക്ക് ഇവിടെ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അന്നേരം ഒരു വെബ് ബേസ് ചെയ്തിട്ടുള്ള ഒരു SSH സെഷൻ നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് കീയോ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. ഇത് ഡയറക്റ്റ്ലി വെബ് ബ്രൗസറിൽ നമ്മളുടെ ആമസോൺ ഡയറക്റ്റ്ലി ഇതിനെ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് പ്ലസ്ക് ഇൻസ്റ്റലേഷനാണ്. അപ്പോൾ പ്ലസ്ക് ഇൻസ്റ്റലേഷന് നമുക്ക് പ്ലസ്ക് OneClick ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഈ OneClick ഇൻസ്റ്റാൾ സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്താൽ മതി. അതിൻ്റെ ഇൻസ്റ്റാളറും കാര്യങ്ങളും എല്ലാം വന്നിട്ട് ഡയറക്റ്റ്ലി ഇൻസ്റ്റലേഷൻ നടന്നോളൂ. അപ്പം നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇത് റൺ ചെയ്യുക. ഇപ്പോൾ അത് ഡൗൺലോഡായി. ഓക്കെ, ഇത് പെർമിഷൻ ഇല്ല, സൂപ്പർ യൂസർ. അപ്പോൾ സ്യൂഡോ കൊടുക്കണം. സ്യൂഡോ SU കൊടുത്തു. നമ്മളിപ്പം അതിൻ്റെ സ്യൂഡോയിൽ വന്നു. സ്ക്രീൻ വലുതാക്കാം. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്യുക ആ സ്ക്രിപ്റ്റ്. എന്നിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡായിട്ട് അതിന് വേണ്ട ഡിപ്പെൻഡൻസീസും കാര്യങ്ങളും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. അപ്പം നിങ്ങൾക്കുള്ളൊരു ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു
ഒരു ഇത് ഡിപ്ലോയ് ചെയ്യുക പ്ലസ്കിൻ്റെ. അതേപോലെ തന്നെ നമ്മളുടെ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടായിരുന്നല്ലോ ഒരു ലൈറ്റ് സെയിൽ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമല്ലോ. ഇവിടെ ഒ എസ് പ്ലസ് ആപ്പ് വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഒരു പ്ലസ്ക്ക് ഡിപ്ലോയ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും ഇത് ഇൻസ്റ്റാൾ ആവാനായിട്ട്, കാരണം ഇതിന് വേണ്ട എല്ലാ ഡിപ്പെൻഡൻസീസും എല്ലാ ഫയലും ഡേറ്റാബേസും അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ ഇൻസ്റ്റാൾ ആകും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വൺസ് ഇത് ഇൻസ്റ്റാളായി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അടുത്ത കാര്യങ്ങളെന്നുള്ളത്. ഓക്കെ, അങ്ങനെ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മുടെ പ്ലസ്ക്ക് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പം, ഈ ഒരു പ്ലസ്കിലോട്ട് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതിന് നമുക്ക് ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു ലിങ്ക് നമ്മൾ ഉപയോഗിക്കണം. ഇത് 2 ലിങ്ക് ഉണ്ട്. ഒന്ന് പ്രൈവറ്റ് ടൈപ്പ് വെച്ചൊരു ലിങ്കും പിന്നുള്ളത് ഒരു പബ്ലിക്കായിട്ടുള്ളൊരു URL ആണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും സെയിം ആണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഈ ഒരു സീക്രട്ട് ആണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് രണ്ടും സെയിം ആയി സീക്രട്ട്. അപ്പോൾ ഈ സീക്രട്ട് വെച്ചിട്ടാണ് ഫസ്റ്റ് ലോഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കോപ്പി ചെയ്യാം. ഈ ഒരു പ്രൈവറ്റിൻ്റെ URL കോപ്പി ചെയ്യാം, ഒരു നോട്ട് പാഡിലോട്ട് പേസ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ ചെറിയൊരു മാറ്റം നമുക്ക് വരുത്താനുണ്ട്. നമ്മൾ ജനറലി ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒരു URL വർക്കായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് തിരിച്ച് ഈ ഒരു ഹോമിൽ പോകാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പബ്ലിക് IP കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു വെബ് സെർവറിൽ കുറച്ച് അഡീഷണൽ ആക്സസ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ മാനേജ് എന്ന് പറഞ്ഞ വിധത്തിൽ ക്ലിക്ക് ചെയ്യാം. മാനേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെബ് സെർവറിൻ്റെ നെറ്റ്വർക്കിങ്ങിൽ പോകാം. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ്കിൻ്റെ ഫയർവാൾ പോർട്ട് എന്താണെന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് കിട്ടും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്, പുതിയൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. നമുക്ക് പുതിയ വേർഷൻ ഡോക്യുമെൻ്റ് പോകാം. ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഓരോ പ്ലസ്കിൻ്റെ ഓരോ ഫങ്ഷനാലിറ്റിക്കും ഓരോ പോർട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ പോർട്ടുകൾ എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഇൻ്റർഫേസ് HTTPS അപ്പോൾ 8443 ആണ് ഒന്ന്. പിന്നുള്ളത് നമുക്ക് FTP സെർവർ, നമുക്ക് FTP കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 21 ഉണ്ട്. അതുപോലെ നമ്മുടെ HTTPS കണക്ട് ചെയ്യണമെങ്കിൽ 443 ഉണ്ട്. ഇനി SSH ആയിട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 22 ഉണ്ട്. SMTP മെയിൽ സെർവേഴ്സ് നമുക്ക് കോൺഫിഗർ ചെയ്യണമെങ്കിൽ ഇതുണ്ട്. അതുപോലെ POP3, IMAP ഇതെല്ലാം മെയിലിൻ്റെയാണ്. SQL സെർവർ നമ്മൾ പുറത്തോട്ട് ആക്സസ് കൊടുക്കുകയാണെങ്കിൽ അതുണ്ട്. മൈക്രോസോഫ്റ്റ് SQL, അങ്ങനെ ഓരോന്നിൻ്റെയും നമുക്ക് ഓരോ ഇതുണ്ട്. നമുക്ക് മെയിൻലി വേണ്ട പോർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കിത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പം 8443 വേണം. രണ്ടാമത്തെ പോർട്ട് നമുക്ക് 443യും വേണം. പോർട്ട് 80യും നമുക്ക് വെക്കാം. ഇൻ കേസ് നമ്മളുടെ സെർവറിൽ നമ്മൾ HTTP കൊടുക്കുന്നില്ല, എല്ലാ HTTPS സർട്ടിഫിക്കറ്റ് വെച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എനേബിൾ ചെയ്യേണ്ട, 80 എനേബിൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉള്ളത് നമുക്ക് ആ മെയിൽ സെർവറിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് ആ മെയിൽ സെർവറിൻ്റെ അത് കോൺഫിഗർ ചെയ്യാം. ഇപ്പം നമുക്ക് വേണ്ടത് ഇതാണ്, 8447 വേണം. പിന്നെ നമ്മുടെ സെർവറിനെ നമ്മളൊരു DNS ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു UDP അല്ലെങ്കിൽ ഈ 53 UDP TCP പോർട്ടും നമ്മൾ പെർമിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പം നമ്മൾ നിലവിൽ നമുക്ക് വേണ്ടത് ഒന്ന് ഈ ഒരു HTTPS ഇത് വരുമ്പം ഇതിനെ പെർമിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 443 വേണം. പിന്നെ നമുക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള URLs ആണ്. അപ്പോൾ ഇതിനുള്ള കാര്യങ്ങൾ നമുക്ക് പെർമിറ്റ് ചെയ്യണം ഇവിടെ ഫയർവാളിൽ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് നിലവിൽ റൂളുണ്ട്. SSH ഓൾറെഡി നമ്മൾ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് HTTP ഇവിടെ പെർമിറ്റ് ആയിരുന്നു. നമുക്ക് അടുത്ത റൂൾ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് കസ്റ്റം എടുത്തിട്ട് നമുക്കിവിടെ HTTPS നമുക്ക് കൊടുക്കാം. ഇത് ക്രിയേറ്റ് കൊടുക്കുക. അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കണ്ടോ ഈ SSH IPv4 അഡ്രസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് SSH ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ Lightsail ബ്രൗസർ വെച്ചിട്ട് നമുക്ക് SSH RDP ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ഓപ്ഷൻ നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ബ്രൗസറിൽ തന്നെ നമുക്ക് SSH ചെയ്തിട്ട് നമുക്ക് ആക്സസ് കിട്ടുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആക്സസ് വരത്തില്ല. അപ്പം അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം SSH നമ്മൾ എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SSH എന്ന് പറഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷനാണ്. അപ്പം ഒരു പ്രോട്ടോക്കോളാണ്. അപ്പോൾ നമുക്ക് ഈ സെർവറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി മതി. അത് നമ്മൾ പബ്ലിക്കലി ഒരിക്കലും കൊടുക്കില്ല. കാരണം പബ്ലിക്കലി കൊടുത്ത ആൾക്കാർ അല്ലെങ്കിൽ ഹാക്കേഴ്സിനൊക്കെ ഈസി ആയിട്ട് SSH ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഹാക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും SSH കൊടുക്കേണ്ടത് നമ്മൾ ജനറലി എവിടെ നിന്നാണ് ഈ സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു സെർവറിലോട്ട് നമ്മൾ SSH വഴി കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇതുപോലെ പബ്ലിക്കലി ആണെന്നുണ്ടെങ്കിൽ ഹാക്കേഴ്സ് ട്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ IP വേണം അവിടെ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് IPയോ അല്ലെങ്കിൽ ഏത് IP ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ IP അഡ്രസ്സ് വേണം കൊടുക്കാനായിട്ട്. അപ്പം ഗൂഗിളിൽ നമ്മുടെ പബ്ലിക് IP അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് മൈ IP അഡ്രസ്സ് കൊടുത്താൽ മതി. വാട്ട് ഈസ് മൈ IP അഡ്രസ്സ് കൊടുക്കണം. അപ്പം നമുക്കിവിടെ IP അഡ്രസ്സ് കാണാൻ പറ്റും. ഇതാണിപ്പം എൻ്റെ IP അഡ്രസ്സ്. അന്നേരം ഇത് വേണം ഞാനിവിടെ കൊടുക്കാനായിട്ട്. അന്നേരം അത് SSH അപ്പം സെക്യൂറായി. എൻ്റെ IP ന്ന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് ഈ ഒരു Lightsailൻ്റെ ബ്രൗസർ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. അത് സേഫാണ്. ഇനി ഞാനിപ്പം ഉപയോഗിക്കുന്ന ഹോം നെറ്റ്വർക്കാണ്. അന്നേരം ഞാൻ ഇപ്പം എൻ്റെ IP മാറിക്കഴിഞ്ഞാൽ ഈ ഇതിലോട്ട് SSH ചെയ്യാനൊക്കത്തില്ല. അപ്പം തിരിച്ചു വന്നിട്ട് വീണ്ടും നമ്മൾ ഈ IP ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനൊരു ടാസ്ക് വേണ്ടി വരും, കാരണം നമുക്ക് പബ്ലിക് IP ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത പോർട്ടുകൾ ആഡ് ചെയ്യാം ഇതിൻ്റെ അകത്തോട്ട്. അപ്പം ഇനിയും വേണ്ടത് നമ്മളിപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇത് 8443. അപ്പോൾ ഇത് കസ്റ്റം പോർട്ട് കൊടുത്തിട്ട് 8443 കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക. 8443 നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള IP അഡ്രസ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് ഉപയോഗിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് SSH അഡ്മിനിസ്ട്രേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 8443. അപ്പോൾ അത് നമ്മളൊരു കസ്റ്റം നമ്മുടെ IP അഡ്രസ്സ് കൊടുക്കുമായിരിക്കും നല്ലത്. ഇത് അപ്ഡേറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യാനായിട്ടാണ് പ്ലസ്കിന് ഈ ഒരു 8447. അപ്പം ഇത് ആ അപ്ഡേറ്റ് വേണ്ട സമയത്ത് മാത്രം നമ്മൾ ഇത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് ഇട്ട് കൊടുക്കുകയാണ് 8447 ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മളിവിടെ ഫയർവാളിൽ അതിന് വേണ്ട റൂൾസും കാര്യങ്ങളെല്ലാം ഇപ്പം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നമ്മളിപ്പം കോപ്പി ചെയ്ത് വെച്ച ഈ ഒരു കാര്യം എടുത്തിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, അവിടെ നമ്മൾ IP അഡ്രസ്സ് മാറ്റി കൊടുത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ആ IP അഡ്രസ്സ് മാറ്റി കൊടുക്കണം. നമ്മുടെ പബ്ലിക് IP വേണം കൊടുക്കാൻ. ഓക്കെ, കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പം നോട്ട് സെക്യൂർ കണക്ഷൻ വന്നു, കാരണം നമ്മൾ SSL സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇപ്പം പ്രൊസീഡ് ടു അൺസേഫ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലസ്കിൻ്റെ ആ ഒരു പേജിലോട്ട് എത്തി. അതിന് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കണം, ഇവിടെ ഒരു ഇമെയിൽ കൊടുക്കണം, അതുപോലെ കോൺടാക്റ്റ് നെയിം കൊടുക്കണം. പിന്നെ നമുക്കൊരു പാസ്വേഡ്, ഒന്നുകിൽ നമുക്കിവിടെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യാം, ഒരു സ്ട്രോങ് പാസ്വേഡ്. ഈ ഒരു ഇതിൽ നോക്കിയാൽ നമുക്ക് കിട്ടുക പാസ്വേഡ് എന്താണ്. അങ്ങനെ സ്ട്രോങ് പാസ്വേഡ് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റായിട്ടൊരു ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ലൈസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈസൻസ് ഇവിടെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രയൽ വേർഷൻ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 14 ദിവസത്തെ ട്രയൽ വേർഷൻ നമുക്ക് കിട്ടും. അത് ചിലപ്പം 7 ദിവസം ആ ചാൻസ് ഉണ്ട്, അവർ പ്ലസ്ക്ക് കൊടുക്കുന്നതനുസരിച്ചിരിക്കും. ഇപ്പം നിലവിൽ 14 ദിവസം ഉണ്ട്, അത് നമുക്ക് കിട്ടും. എന്നിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം എൻ്റർ പ്ലസ് കൊടുക്കുക. അങ്ങനെ ഞാൻ ആ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞപ്പം ഇവിടെ അതിൻ്റെ ലൈസൻസിങ്ങിൻ്റെ റിക്വസ്റ്റ് കൊടുത്തു. ലൈസൻസിങ് ഒക്കെ ഇതായി. ഇനി അത് ബേസിക് കോൺഫിഗറേഷൻ എല്ലാം സെറ്റപ്പ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ, പ്ലസ്ക്ക് ഇവിടെ സെറ്റായി. അന്നേരം ഇവിടെ ഫസ്റ്റ് പേജ് ചോദിക്കുന്നത് നമുക്കിതുപോലെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണോ, അങ്ങനെ ഒരു ഡയറക്റ്റ് ഷോർട്ട് കട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒന്നും വേണ്ട, ഐ വിൽ ക്രിയേറ്റ് ലേറ്റർ എക്സ്പ്ലോർ പ്ലസ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പം പ്ലസ്കിൽ നമ്മൾ ലോഞ്ചായി. അന്നേരം ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഫസ്റ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ
ഇതിലേക്ക് ആക്സസ് ചെയ്യുന്നത്. അന്നേരം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീ ആണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. വൺസ് ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം ഇതൊരു വൺ ടൈം കീ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു കീ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും വേറൊരു പ്ലസ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതായത് ഞാനിത് വേറൊരു ബ്രൗസറിൽ കാണിച്ചു തരാം. ഈ ഒരു ബ്രൗസറിൽ ഞാൻ അതേ കീ വീണ്ടും ഉപയോഗിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്കാവില്ല. അക്സെപ്റ്റ് റിസ്ക് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടോ, അതിനെയും വർക്കാവില്ല. ഇവിടെ യൂസർ നെയിം പാസ്വേഡാണ് ചോദിക്കുന്നത്. ലോഗിൻ ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒരു വൺ ടൈം ആയിട്ടുള്ളൊരു ഇതാണ്. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വർക്കാവത്തില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്ലസ്കിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഈ സ്റ്റെപ്സ് അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. 1-2 തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ലോഞ്ച് ചെയ്ത് നോക്കുക. നോക്കി കഴിയുമ്പം കുറച്ചുകൂടെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിനെ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ, നമുക്ക് എങ്ങനെ ഡൊമൈൻ ഡിപ്ലോയ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.